അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾ താമസിച്ചു വന്നതുകൊണ്ടാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് CP ഉദയഭാനുവും TN പ്രതാപനും പറഞ്ഞ ഒരു കാര്യമുണ്ട്. തല്ലുകൊള്ളാനും തല്ലു കൊടുക്കാനും വേണ്ടി കോടതികളിലേക്ക് ആരും പോകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ കാര്യം, മുമ്പ് നടത്തിയ പ്രസ്താവന, അത് ഊർജ്ജമായി അഭിഭാഷകർ ഏറ്റെടുക്കുകയുണ്ടായി എന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ ശക്തമായ മുന്നറിയിപ്പ് അഭിഭാഷകർ അനുസരിക്കും, അതിനുള്ള ബാധ്യത അവർക്കുണ്ട് എന്ന കാര്യം. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് കോടതിയിലേക്ക് വരാം എന്ന് തന്നെയല്ലേ? അതോ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഉണ്ടായതുപോലെയും ഇന്നലെ വിജിലൻസ് കോടതിയിൽ ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നാണോ? കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്ന ഉറപ്പ് അഭിഭാഷകർ പാലിക്കപ്പെടും. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി എന്ത് നടപടിയും സ്വീകരിക്കും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു അഭിഭാഷകനെതിരെ മാധ്യമങ്ങളെ ആക്രമിച്ചു എന്ന് തെളിവ് സഹിതം ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് തീരുമാനമെടുത്താൽ ആ നടപടി എടുക്കുന്നതിന് ഞങ്ങളെതിരല്ല. ചീഫ് ജസ്റ്റിസ് എടുത്ത തീരുമാനം ഞങ്ങളെയും കേട്ട് ഇവിടുത്തെ പത്രപ്രവർത്തക യൂണിയനെയും കേട്ടെടുത്ത തീരുമാനമാണ്. അത് പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നാളെ തിങ്കളാഴ്ച രാവിലെ ഹൈക്കോടതിയിലോ മറ്റു കോടതികളിലോ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ തടസ്സമുണ്ടാകാൻ പാടില്ല എന്നത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ താല്പര്യമാണ്. കാരണം ആ തീരുമാനമെടുത്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസാണ്. മറ്റ് കാര്യങ്ങളിലും ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകളുടെ ഇടയിൽ ഇന്നലെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ആ അനിഷ്ട സംഭവം കയ്യേറ്റത്തിലൊന്നും എത്തിയിട്ടില്ല. കയ്യേറ്റം നടത്തിയെന്ന് പോലീസിന് മുമ്പിൽ പോലും മൊഴിയില്ല. അവരെ ചീത്ത വിളിച്ചുവെന്നോ പുറത്താക്കാൻ ശ്രമിച്ചുവെന്നോ ഒക്കെയാണ് ഇന്നലത്തെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, നടപടി സ്വീകരിക്കണം. കാരണം ചീഫ് ജസ്റ്റിസ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായ തീരുമാനമാണത്. അത് ചെയ്യാൻ പാടില്ല, അഭിഭാഷകർ ബാധ്യസ്ഥയാണ്. പക്ഷെ അതൊന്ന് അന്വേഷിച്ച് വേണം തീരുമാനിക്കാൻ. പുകമറകൾ സൃഷ്ടിക്കരുത്. 21-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് കേൾക്കുന്ന സമയത്ത് അതിന് ഉപോത്ബലകമാവുന്നുള്ള സംഭവങ്ങൾ നടന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇവിടെ ചർച്ച നടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ മീഡിയ റൂം തുറക്കുന്നതിന് വേണ്ടിയും ഹൈക്കോടതിയിലെ മറ്റു കോടതികളിലേക്കും പത്രപ്രവർത്തകർക്ക് വരാൻ തടസ്സമുണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് റിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ റിട്ട് 21-ന് കേൾക്കുന്നതിന് ഉപോത്ബലകമാകുന്ന സംഭവ വികാസങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെടരുത്. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷനും ഞാൻ പ്രതിനിധീകരിക്കുന്ന ഓർഗനൈസേഷനും അത് UDF-ന് അനുകൂലമായ ഓർഗനൈസേഷന്റെ സെക്രട്ടറിയാണ് ഞാൻ. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഹൈക്കോടതിയിൽ നടന്ന സംഭവങ്ങളിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. MK ദാമോദരനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല. അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി, അതിൻ്റെ മേലൊരു പ്രകടനമുണ്ടായി, പ്രകടനത്തിൽ അക്രമമുണ്ടായി. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നങ്ങളുണ്ടായി. 3 മാസമായിട്ട് പ്രശ്നങ്ങളില്ല. ഇന്നലെ തിരുവനന്തപുരത്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് പഠിച്ച് തീരുമാനമെടുക്കുന്നതിന് രജിസ്ട്രാർക്ക് ഇന്നിപ്പോൾ ഗവർണർ ഫോർവേഡ് ചെയ്തു എന്ന് പറയുന്നു. രജിസ്ട്രാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടാകും. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. ഈ വിഷയം പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് വളരെ സീരിയസ് ആയി ഈ മാറ്റർ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വീണ്ടും പത്രക്കുറിപ്പ് ഇറക്കി. തടസ്സമില്ല, നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞ് പത്രക്കുറിപ്പ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അസോസിയേഷൻ ഭാരവാഹികളെ അറിയിച്ചാൽ അസോസിയേഷൻ ഭാരവാഹികൾ അതിനകത്ത് ഇടപെടാൻ തയ്യാറാണ്. പത്രപ്രവർത്തകർ സുഗമമായി പോകുന്നതിന് തയ്യാറാണ്. ദയവ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം കലർത്തരുത്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല. ഒരു തർക്കമുണ്ടായി, അത് പരിഹരിക്കപ്പെടുന്നു. കാരണം ജുഡീഷ്യറിയുടെ എക്സിസ്റ്റൻസിൻ്റെ വിഷയമാണ്, ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ വിഷയമാണ്. അത് ജനങ്ങളുടെ ആവശ്യമാണ്. അഭിഭാഷകർ കോടതിയിൽ പോയി ജനങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ കോടതിയിൽ സംഭവിക്കുന്ന അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ പറയുന്നു, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അവിടെ നിലനിൽക്കുന്നു. അതിന് യാതൊരുവിധ തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ അതിനോടൊപ്പമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് B. രാജേന്ദ്രൻ, ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും നേരത്തെ താങ്കൾ ഇല്ലായിരുന്നു അന്നേരം ചർച്ചയിൽ. ശ്രീ TN പ്രതാപൻ ചൂണ്ടിക്കാണിച്ച കാര്യം, പ്രമുഖമായ കേസുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്ന്. അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ EP ജയരാജന്റെ കേസ് പരിഗണിച്ച സമയത്താണ് മാധ്യമങ്ങൾക്കെതിരെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത്. അതിനു മുൻപ് പല കേസുകളും ആ കോടതിയിൽ ഇന്നലെ തന്നെ പരിഗണിച്ചിരുന്നു. ആ സമയത്ത് ഇല്ലാത്ത, നേരത്തെ ശ്രീ മുഹമ്മദ് ഷാ പറഞ്ഞ പോലെയുള്ള തിക്കും തിരക്കുമൊക്കെ ആ സമയത്താണ് ഉണ്ടായത്. കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതും ആ സമയത്താണ് എന്ന്. ഇതിൽ രാഷ്ട്രീയം ശ്രീ TN പ്രതാപൻ കണ്ടു കഴിഞ്ഞു. അവിടെ ശ്രീ TN പ്രതാപൻ ഉറക്കം നടുക്കുകയാണ്. അവിടെ കൃത്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ സംഭവം അവിടെ നടക്കുമ്പോൾ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അവിടെ ഉണ്ട്. ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അത് തടയാൻ ഇടപെട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ TN പ്രതാപൻ പോയി തിരക്കണം. ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ഏത് രാഷ്ട്രീയക്കാരനാണ്? ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്
ഏത് സ്വഭാവക്കാരനാണ് കൃത്യമായി തിരക്കണം. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ഒരംഗം പോലും തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ ഭാരവാഹിയല്ല. 2, വളരെ കൃത്യമായി ശ്രീ മുഹമ്മദ് ബാഷ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വെച്ച നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളോട് പോസിറ്റീവായ അപ്രോച്ച് വേണം. അവിടെ ശ്രീ ഉദയഭാനു വക്കീൽ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അഭിഭാഷക സംഘടനകൾക്ക് ഇതിനകത്ത് റോളുണ്ട്. കേരളത്തിലെ അഭിഭാഷക സംഘടനകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ലോയേഴ്സ് യൂണിയൻ ആ സ്വാധീനം ഉറപ്പിക്കുന്നു. മാവേലിക്കര കോടതിയിൽ മാധ്യമങ്ങളും അഭിഭാഷകരും തമ്മിൽ പ്രശ്നമുണ്ടായി. ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി നേതൃത്വം ഞാൻ ഇടപെട്ടു. ആലപ്പുഴയിൽ മാധ്യമങ്ങളും അഭിഭാഷകരും തമ്മിൽ തർക്കമുണ്ടായി. പ്രസ് കൗൺസിലിൻ്റെ പ്രസ് ക്ലബിൽ പോയി നേരിട്ട് സംസാരിച്ചു. ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ പുറത്ത് ശ്രീ TN പ്രതാപനെ പോലെയുള്ളവർ വാനോളം കൈപൊക്കി പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയും അതേസമയം ശ്രീ TN പ്രതാപൻ്റെ മനസ്സുപോലെ ചിന്തിക്കുന്നവർ കോടതിക്കകത്ത് വന്ന് പ്രശ്നങ്ങൾ വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഒരു സ്ഥാപിത താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. ലോയേഴ്സ് കോൺഗ്രസും ലോയേഴ്സ് ഫോറവും അഭിഭാഷക പരിഷത്തും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നം മൂർച്ഛിക്കാൻ പാടില്ല. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോയാൽ അത് ശ്രീ പിണറായി വിജയൻ്റെ കഴിവുകേടാണെന്ന് ചിത്രീകരിക്കാൻ 1000 നാവുള്ള അനന്തന്മാരെ പോലെ തട്ടഹസിച്ച് വരികയാണ്. അത് അവസാനിപ്പിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം വേണ്ട, ഇതിനകത്ത് സ്ഥാപിത താല്പര്യം വേണ്ട. കഴിഞ്ഞ കാല ബന്ധത്തിലെ പോലെ ലോയേഴ്സ് യൂണിയൻ ആവർത്തിക്കുന്നു. ജൂലൈ 19 മുമ്പുണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ മൈനസ് പ്രത്യേക പ്രിവിലേജസ് അതില്ല. അഭിഭാഷകർക്കും കക്ഷികൾക്കുമില്ലാത്ത ഒരു പ്രത്യേക പ്രിവിലേജും മാധ്യമപ്രവർത്തകർക്ക് കോടതിയിലില്ല. ആ സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്ക് അനുവദിക്കണം. ജുഡീഷ്യറിയും മാധ്യമവും ഒരുപോലെ പോകണം. അടിയന്തരാവസ്ഥയും സെൻസർഷിപ്പും ഒന്നും ആരും മറന്നു പോകരുത്. ശരി, ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ TN പ്രതാപന്റെ മറുപടി അക്കാര്യത്തിൽ. ശ്രീ TN പ്രതാപൻ, അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ ആരോപിച്ചത് ഇന്നലെ വഞ്ചിയൂർ കോടതിയിൽ കണ്ടത് ബാർ അസോസിയേഷന്റെ ഭാരവാഹികളിൽ കൂടുതലും അല്ലെങ്കിൽ മുഴുവൻ ആളുകളും UDF അനുകൂല അഭിഭാഷക സംഘടനയുടെ പ്രതിനിധികളാണ് എന്നാണ്. അവർ കയ്യും കെട്ടി നോക്കിയിരുന്നു കോടതിക്കുള്ളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഈ അക്രമമുണ്ടായ സമയത്ത് എന്ന്. അതൊരു മൗനാനുവാദവും അതുവഴി സർക്കാരിനെ താറടിക്കുവാനുള്ള ഉപായവും ആയിരുന്നു എന്നാണ് ലോയേഴ്സ് യൂണിയന്റെ ആരോപണം. അല്ല മഞ്ജുഷയും തിരുവനന്തപുരം കോടതിയിലെ മുഴുവൻ അഭിഭാഷകരും UDF അനുഭാവികളായ അഭിഭാഷകരാണെന്ന് രാജേന്ദ്രൻ വക്കീൽ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഒരു പക്ഷേ UDF അനുഭാവികളാകാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കേസുകൾ ഇന്നലെ ഉണ്ടായത് മന്ത്രി ജയരാജൻ്റെ കേസ് വരുമ്പോൾ ആ കേസ് കൃത്യമായും മാധ്യമങ്ങളിൽ ലൈവായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തി കൂടായില്ല. ഇതിനു മുൻപും ഇതുപോലെ CPMൻ്റെ ചില നേതാക്കന്മാരുടെ കേസുകൾ വരുമ്പോഴൊക്കെ ഇതേപോലെ അനുഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ അത്രയ്ക്കും പച്ചയായി രാഷ്ട്രീയം പറയാതിരുന്നത് രാജേന്ദ്രൻ വക്കീൽ എന്നെ കൊണ്ട് രാഷ്ട്രീയം പറയിപ്പിക്കുകയാണ്. കേരളത്തിന് അപമാനമാകുന്ന രീതിയിൽ ഇത്ര നിങ്ങൾ ഈ രാജേന്ദ്രൻ വക്കീലൊക്കെ ഇരട്ടച്ചാങ്കുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലേ? പിന്നെ രാഷ്ട്രപതിയുടെ പിന്നെ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ സീനിയർ മാധ്യമ പ്രവർത്തകന്മാർക്ക് രാഷ്ട്രപതിയെ പോയി കാണേണ്ടി വന്നു. ഡൽഹിയിലെ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ബേസിലും അന്താരാഷ്ട്ര രംഗത്തും മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നു കേരളത്തിലെ ഈ വിഷയം. എന്തുകൊണ്ട് സമയത്തിന് പരിഹരിച്ചില്ല? ഒരിക്കൽ കൂടി രാജേന്ദ്രൻ വക്കീലിനോട് പറയുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ വിഷയം ജൂലൈ മാസം 19-ാം തീയതി ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ന് നടത്തിയ പോലെ പ്രസംഗമായിരുന്നുവെങ്കിൽ ഒരാളും മുന്നോട്ട് വരുമായിരുന്നില്ല. അദ്ദേഹം അന്ന് ഇത് കത്തിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത് തന്നെയാണ് ഈ വിഷയം പല കോടതികളിലും വഷളാകാനിടയായത്. ഞങ്ങൾക്കാലാണത് മുഖ്യമന്ത്രി കഴിവുകെട്ട ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയില്ല. മുഖ്യമന്ത്രിയുടെ കഴിവ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ കണ്ടതാണ് നിയമസഭയിൽ അദ്ദേഹം PD തോമസിനോട് പറഞ്ഞത്. പ്രതിപക്ഷത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച വന്നപ്പോൾ PD തോമസിനോട് പറഞ്ഞത് ലൈവായി ജനങ്ങൾ കേട്ടതാ. ഈ സ്വാസ്ഥ്യ പ്രശ്നത്തിലും അദ്ദേഹം പ്രതിപക്ഷത്തോട് പറഞ്ഞത് അസംബ്ലി ലൈവായി കേട്ടതാ. മുഖ്യമന്ത്രിക്ക് നല്ല കഴിവുള്ള ആളാണ്, എല്ലാ ജനാധിപത്യ ബഹുമാനവും കാണിക്കുന്ന ആളാണെന്ന് നിയമസഭാ പ്രൊസീഡിങ്സ് നോക്കിയാൽ ബോധ്യമാകും. അപ്പൊ അതൊക്കെ പറയേണ്ടപ്പോ പറയാൻ അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. Gold updates brought to you by Taragans Royal Jewelry. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്ന തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, അബൂഷാഗ, ഷാർജ.
Weather update brought to you by Berger Express Painting. Berger Express Painting, the faster, cleaner, and better way to paint your home.